ഓക്കെ, നമുക്കിനി ഇതിൻ്റെ എക്സസൈസസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പേർലേസ് ബക്ക് ഡാഷ് ഇസ് ദ ഓൺലി കോമൺ സെൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. എന്താണ്? ഹ്യൂമൻ ബീങ്സിന് ഒറ്റൊരു കോമൺ സെൻസ് ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പേർലേസ് ബക്ക്. ദാറ്റ് ഈസ് നോൺ വയലൻസ്. നെക്സ്റ്റ് വൺ, മെൻ മൈൻഡ് കൺഫ്യൂഷൻ ആൻഡ് എൻടാങ്കിൾമെൻറ്റ്സ് ബിക്കോസ് ദേ ആർ അഫ്രെയ്ഡ് ഓഫ്. സോ അവർക്ക് ലളിതമായ സത്യങ്ങളെയാണ് മനുഷ്യൻ ഭയപ്പെടുന്നത്. ദാറ്റ് ഈസ് സിമ്പിൾ ട്രൂത്ത്. സിമ്പിൾ ട്രൂത്തിനെയാണ് അവർ ഭയപ്പെടുന്നത്. ഇനി ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ സെൻറ്റൻസ് ഓർ ടു ആണ്. വാട്ട് ഈസ് മോർ പവർഫുൾ ദാൻ ബോംബ്സ് ആൻഡ് വെപ്പൺസ്? എന്താ ബോംബ്സിനെയും വെപ്പൺസിനെയും ഏതൊരു ആയുധത്തിനെക്കാട്ടിലും ശക്തമായിട്ടുള്ളത് ഏതാണ്? എ ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ്. എന്താണ് ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ്? അതായത് മഹത്തായ ഒരു നന്മയുള്ള ഒരു ആത്മാവ്. സോ എ ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ബോംബ്സ് ആൻഡ് വെപ്പൺസ്. വൈ ഡിഡ് പീപ്പിൾ ബിലീവ് ഇൻ ഗാന്ധി? ഗാന്ധിജിയിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു, മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഗാന്ധിജി സ്വയം ചെയ്ത് കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ മുന്നിലൊരു എക്സാമ്പിളായിട്ട് നിൽക്കുകയാണ് ഗാന്ധിജി ചെയ്തിട്ടുള്ളത്. സോ ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. അതായത് വെറുതെ കുറേ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയാതെ ഓരോന്നും കാട്ടിക്കൊടുക്കുകയാണ് ഗാന്ധിജി ചെയ്തിട്ടുള്ളത്. സോ പീപ്പിൾ ബിലീവ്ഡ് ഇൻ ഗാന്ധി ബിക്കോസ് ഹി ഡിഡ് വാട്ട് ഹി ടോൾഡ് അതേഴ്സ് ടു ഡു. ഹി ലീവ്ഡ് ആസ് ആൻ എക്സാമ്പിൾ ബിഫോർ ദം. പിന്നെന്താണ്? people realized that it was true and therefore they believed in Gandhi. So ഗാന്ധിജി ചെയ്ത് കാട്ടിക്കൊടുത്തത് കൊണ്ടാണ് പീപ്പിൾ ബിലീവ് ചെയ്യുന്നത്. വാട്ട് ഡസ് ദ വേൾഡ് ലോങ് ഫോർ? ലോകം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു നന്മയ്ക്ക് വേണ്ടിയിട്ടും സമാധാന ദൂതന്മാർക്ക് വേണ്ടിയിട്ടുമാണ് ലോകം കാത്തിരിക്കുന്നത്. സോ ദ വേൾഡ് ലോങ്സ് ഫോർ ഗുഡ്നെസ് ആൻഡ് പീസ് മേക്കേഴ്സ് ആൻഡ് പീപ്പിൾ സെർച്ച് ഫോർ റൈറ്റിയസ്നെസ്, ട്രൂത്ത്. സോ വേൾഡ് ലോങ് ഫോർ എന്താ? ഗുഡ്നെസ് ആൻഡ് പീസ് മേക്കേഴ്സ്. ഹു ആർ ദ ലോട്ട് റെഫേർഡ് ടു ആസ് ലവേഴ്സ് ഓഫ് വയലൻസ്? അക്രമത്തെ സ്നേഹിക്കുന്നവർ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലവേഴ്സ് ഓഫ് വയലൻസ്. നമ്മൾ പറഞ്ഞു ഇഗ്നോറൻറ്റ്, സ്റ്റുപ്പിഡ്, ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ്, ജനറൽസ്, ക്യാപ്റ്റൻസ്, സർജൻസ്, ലിറ്റിൽ സോൾജേഴ്സ്. ഇവരൊക്കെയാണ് ലവേഴ്സ് ഓഫ് വയലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് ദോസ് ഹു റിബൽ അഗെയിൻസ്റ്റ് ദ ലവേഴ്സ് ഓഫ് വയലൻസ്? അക്രമത്തെ സ്നേഹിക്കുന്നവർക്ക് എതിരെ അവർക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ വിധി, ഫെയ്റ്റ് എന്തായിരിക്കും എന്നാണ് ചോദിക്കണത്. എന്താണ്? നമ്മൾ പറഞ്ഞു ഓൾ ദാറ്റ് ദേ ഫിയർ, ഓൾ ദാറ്റ് ദേ ഹെയ്റ്റ്, ഓൾ ഹു റിബൽ അഗെയിൻസ്റ്റ് ദം ക്യാൻ ബി സോ ഈസിലി എൻഡഡ്. സോ ഇവർക്ക് ലവേഴ്സ് ഓഫ് വയലൻസിനെതിരെ പ്രവർത്തിച്ച ഡെത്താണ് അവരുടെ ഫെയ്റ്റ്, മരണം. എന്താണ്? ഒരു ട്രിഗർ, ഒരു വെടിയുണ്ട അല്ലെങ്കിൽ ഒരു ബോംബ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മരണം, അതാണ് അവരുടെ ഫെയ്റ്റ് എന്ന് പറയുന്നത്. So the fate of those who rebel against the lovers of violence is death. The movement of a finger upon a trigger, a button, a flash, a blast, and all that remains are silence and ashes. So അവർക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിധി മരണം മാത്രമായിരിക്കും. സോ അതാണ് ആ 5 ക്വസ്റ്റ്യൻസ്. ആ 5 മനസ്സിലായില്ലേ? നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ പാരഗ്രാഫ്. ഇനി ഒരു പാരഗ്രാഫിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡു ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ് ലവ് വയലൻസ്? ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആൾക്കാർക്ക് അക്രമം, വയലൻസ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കണേ. എന്താണ്? ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആൾക്കാർ നമ്മൾ പറഞ്ഞു അവർ ഭയക്കുന്നത് സിമ്പിൾ ട്രൂത്ത്, ലളിതമായ സത്യങ്ങളെയാണ് അവർ ഭയക്കുന്നത്. സോ ഈ ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആൾക്കാരുടെ ലക്ഷ്യം എന്താണ്? സാധുക്കളായിട്ടുള്ള ജനങ്ങളെയും പവർലെസ് ആയിട്ടുള്ള രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് വീക്ക് പീപ്പിൾ ആൻഡ് പവർലെസ് നേഷൻസ്, അവരാണ് ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് വൺ ഷോട്ട് ആൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് ഈസ് ആഷസ് ആൻഡ് സൈലൻസ്. പിന്നെ നമുക്ക് പറയാം മില്യൺസ് ഓഫ് ആൾക്കാരെ ആയിരങ്ങളെ കൊല്ലുന്ന ലാഘവത്തോടെയൊക്കെ കൊല്ലാൻ പറ്റുന്നത് ഈ ആറ്റം ബോംബ് കണ്ടുപിടിച്ചതുകൊണ്ടാണ് അല്ലേ? പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തില്ല? മനസാക്ഷി ഇല്ല, കൺസൈൻസ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല. അവർക്ക് സത്യത്തിനോട് ഇഷ്ടമല്ല, സത്യത്തിന് അവർ ഭയക്കുകയാണ് ചെയ്യണത്. അവർക്ക് വേണ്ടത് എന്താ? വയലൻസ്, ബ്ലഡ്, ചോരയാണ് അവരുടെ ലക്ഷ്യം. പിന്നെന്താണ്? അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് എന്താണോ നേടേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള പവർ ആൻഡ് അതോറിറ്റി അവർക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ എത്ര ആൾക്കാരെ കൊല്ലുന്നതിനും മടി കാണിക്കില്ല. നമ്മൾ പറഞ്ഞു ഇന്നത്തെ ലോകത്ത് വയലൻസ് പവറാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണുള്ളത്. സോ ആറ്റം ബോംബിൻ്റെ ഇൻവെൻറ്റേഴ്സ് വയലൻസ് ലവ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? The inventors of atom bombs love violence because they are afraid of the truth. അവർ സത്യങ്ങളെ ഭയക്കുന്നു. The ignorant, stupid inventors of atom bombs, generals, captains, surgeons, soldiers are all lovers of violence. എന്തുകൊണ്ടാണ്? They fear, they hate the people who rebel against them.
അവർക്കെതിരെ ആര് വന്നാലും ജസ്റ്റ് വൺ ഷോട്ട്, ഒറ്റ വെടിക്ക് അവരെ തീർക്കുക, അല്ലെങ്കിൽ ബോംബ് ഇട്ടിട്ട് അവരെ കൊല്ലും. അങ്ങനെ മില്യൺസ് ഓഫ് ആൾക്കാരെയൊക്കെ കൊല്ലാൻ ഈ ആറ്റം ബോംബ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ലവേഴ്സ് ഓഫ് വയലൻസ് എന്ന് പറയപ്പെടുന്നത്. അവർക്ക് സത്യത്തിനെ ഇഷ്ടമല്ല, അവർക്ക് എന്താണ് വയലൻസ് ആൻഡ് ബ്ലഡ് മാത്രം മതി. അവർക്ക് എന്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരെ കൊല്ലുന്നതിലും അവർക്ക് യാതൊരു മടിയില്ല. അവർക്ക് കൺസെൻസ്, മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. സോ അതാണ് ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ് ലവ് വയലൻസ് എന്ന് പറയാൻ കാരണം അതാണ്. നെക്സ്റ്റ്, വാട്ട് പ്രൂവ്സ് ഗാന്ധിജീസ് റൈറ്റിയസ്നെസ്? ഗാന്ധിജിയുടെ സത്യം, ഗാന്ധിജിയുടെ റൈറ്റിയസ്നെസ് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ്? ഗാന്ധിജി കുറേ വാക്കുകൾ ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ പറയല്ല ചെയ്യണത്. അദ്ദേഹം ഓരോന്നും പ്രവർത്തിച്ച് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. സോ ഹിസ് ആക്ഷൻസ് പ്രൂവ് ഹിസ് റൈറ്റിയസ്നെസ്. He always told people to do non-violence only. അതായത് വയലൻസിനെ നോൺ വയലൻസ് വെച്ച് റെസിസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ഗാന്ധിജി എന്നും ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. വയലൻസ് എന്ത് ചെയ്യും? ലോകത്തെ നശിപ്പിക്കും, അല്ലേ? നമ്മുടെ വേൾഡിന് ആവശ്യം നന്മ, ഗുഡ്നെസ് ആണ്. പീസ് മേക്കേഴ്സിനാണ് ആവശ്യം. പിന്നെ എന്താ പറയുക, നമുക്കിവിടെ ഏതൊരു ആയുധത്തിനെക്കാട്ടിലും ശക്തി എന്തിനുണ്ട്? ഒരു ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റിനുണ്ട് എന്ന് പറയാൻ പറ്റും, അല്ലേ? സോ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വയം ചെയ്ത് ഒരു എക്സാമ്പിളായിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്നിട്ടുണ്ട് ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലായതുകൊണ്ടാണ് ജനങ്ങൾ ഗാന്ധിജിയിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. സോ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ പാർട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളാണ് ഈ ഒരു നോൺ വയലൻസിൻ്റെ വക്താക്കന്മാരായിട്ട് ഈ വേൾഡിൽ നോൺ വയലൻസ് സ്പ്രെഡ് ചെയ്യേണ്ടത്. സോ വാട്ട് പ്രൂവ്സ് ഗാന്ധിജീസ് റൈറ്റിയസ്നെസ്? എന്താണ്? ഗാന്ധിജിയുടെ സത്യം പ്രൂവ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളാണ്. ഹിസ് ആക്ഷൻസ് പ്രൂവ്സ് ഗാന്ധിജീസ് റൈറ്റിയസ്നെസ്. ഹി ഓൾവേസ് ടോൾഡ് പീപ്പിൾ ടു റെസിസ്റ്റ് വയലൻസ് വിത്ത് നോൺ വയലൻസ്. വയലൻസ് വിൽ ഡിസ്ട്രോയ് ദ വേൾഡ്. ദ വേൾഡ് വാണ്ട് ഗുഡ്നെസ് ആൻഡ് പീസ്. So there is no weapon, no bomb more powerful than that of a great good spirit. പിന്നെന്താണ്? India will become great if her people use non-violence. So Gandhi did what he told others to do and set an example before them. Now it is for the people of India to take the leadership for non-violence. So ഗാന്ധിജിയുടെ റൈറ്റിയസ്നെസ് പ്രൂവ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ആണ്. നെക്സ്റ്റ്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഗാന്ധീസ് അസാസിൻ ഇസ് റിലീസ്ഡ്? ഗാന്ധീസ് അസാസിൻ എന്ന് പറയുന്നത് ഗാന്ധിനെ കൊന്ന ആൾ ആരാ? നാഥുറാം ഗോഡ്സെ. സോ നാഥുറാം ഗോഡ്സെ പ്രിസണിൽ റിലീസായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു, അയാൾ എവിടെ പോയാലും അയാൾ ഒറ്റപ്പെടും. ഈ ലോകത്ത് എവിടെ അയാൾക്കൊരു വീടോ കൂട്ടുകാരോ ഒന്നും ഉണ്ടാവില്ല. ഒരാളും അയാളെ സ്വീകരിക്കില്ല. ഗാന്ധിജീനെ കൊന്ന കയ്യിലും ഒരാളും തൊടില്ല. സ്ത്രീകൾ അയാളെ ഭയപ്പെടും. കുട്ടികളെ അവർ പഠിപ്പിക്കും, അയാളെ പുച്ഛിക്കാൻ വേണ്ടി പഠിപ്പിക്കും. പിന്നെന്താ, അയാൾക്ക് മനസാക്ഷി എന്നുള്ളൊരു സാധനമല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗാന്ധിജീനെ കൊല്ലില്ലായിരുന്നു. സോ ഗാന്ധിജിയുടെ സ്പിരിറ്റ് എപ്പോഴും ആത്മാവ് എപ്പോഴും അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ടു ഡിസ്ട്രോയ് ഹിംസെൽഫ്, സ്വയം നശിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പുനർജനിക്കാൻ വേണ്ടിയിട്ടും. സോ അതാണ് ഗാന്ധിയുടെ അസാസിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക. എന്താ? ഇഫ് ഗോഡ്സെ ഈസ് റിലീസ്ഡ് he would be watched for and dreaded. His own people would not receive him. Women would fear him and children would be taught to despise him. He would be haunted by Gandhi's spirit. The killer of Gandhi has no conscience, or he would not do it. പിന്നെന്താണ്? ഗാന്ധിജിയുടെ ആത്മാവ് ഇയാളെ ഹോണ്ട് ചെയ്യും. ഫോർ വാട്ട്? ടു ഡിസ്ട്രോയ് ഹിംസെൽഫ് ആൻഡ് ടു ബോൺ അഗെയിൻ. സോ അതാണ് ഗാന്ധിയുടെ അസാസിൻ റിലീസ് ചെയ്താൽ സംഭവിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഇന്ത്യ ഫുൾഫിൽ ദ പ്രോമിസ് ഓഫ് ഹർ ഗ്രേറ്റ്നെസ്? എങ്ങനെയാണ് ഇന്ത്യയുടെ മഹത്തരമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? എങ്ങനെയാണ്? ഗാന്ധിജിയുടെ ആദർശങ്ങൾ ഫോളോ ചെയ്തിട്ട്. എന്താ ആദർശം? നോൺ വയലൻസ് എന്നുള്ള ആദർശം, അല്ലേ? അതായത് നമ്മുടെ വേൾഡ് വയലൻസ്, ഹെയ്റ്റ്രഡ്, ക്വാറൽസ് അതുകൊണ്ടൊക്കെ ആകെ മടുത്തിട്ടിരിക്കുകയാണ്. ആകെ വിഷം നിറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലോകത്ത്. സോ നമ്മുടെ വേൾഡിന് ഇനി ആവശ്യം പീസ് മേക്കേഴ്സ്, സമാധാന ദൂതന്മാരെയാണ് ആവശ്യം. നമുക്ക് വേണ്ടത് ഗുഡ്നെസ്, നന്മയാണ് വേണ്ടത്. സോ യുദ്ധത്തിന് ഒരിക്കലും സമാധാനം കൊണ്ടുവരാൻ പറ്റില്ല. ഒരു വയലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് വയലൻസ് തന്നെ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ആദർശങ്ങൾ ഫോളോ ചെയ്യണം. ലൈക്ക് നോൺ വയലൻസ് ഫോളോ ചെയ്യണം. പിന്നെ ഗാന്ധിജിയുടെ ആദർശങ്ങൾ ഇനിയെങ്കിലും സ്വന്തമാക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. ഡെയർ ടു ബി വർത്തി ഓഫ് യുവർ ഗാന്ധി. സോ എന്താണ്? ഇന്ത്യ ക്യാൻ ഫുൾഫിൽ ദ പ്രോമിസ് ഓഫ് ഹർ ഗ്രേറ്റ്നെസ് ബൈ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിജി, ബൈ ഫോളോയിങ് ദ
principle of non-violence. The world is sick of war and violence. We are poisoned by hatred and quarrels. Now the people turn away from warmongers and militarists. We are looking for peacemakers. പിന്നെന്താണ്? War can never bring peace. Violence can bring violence only. So India should show some courage. The people of India should show some courage to be worthy of Gandhi, and to act as the leaders of non-violence to the rest of the world. സോ അത് അങ്ങനെയാണ് ഇന്ത്യക്ക് അവരുടെ ഗ്രേറ്റ്നെസ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നൗ നെക്സ്റ്റ് വൺ, ഡിസ്കസ് പേർലെസ് ബഗ്സ് പോർട്രയൽ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഹെർ എസ്സേ. സോ മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ട് ഈ എസ്സേയിൽ പേർലെസ് ബക്ക് എന്തൊക്കെയാണ് വിവരിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സോ അത് നമുക്ക് ഈസി ആയിട്ട് പറയാം എന്തൊക്കെയാണ്. ഫസ്റ്റത്തേൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻഡോമിറ്റബിൾ ഫ്രെയിം, പിന്നെ ഫിയർലെസ് സ്പിരിറ്റ്, ലോങ് ഇയേഴ്സ്, ഹൈ ആൻഡ് ഹൈ പേർപ്പസസ് പറയാം. പിന്നെന്താ, ഒരു വെടിയിൽ അദ്ദേഹം തീർന്നു. അദ്ദേഹം സിമ്പിൾ ട്രൂത്താണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ആ സിമ്പിൾ ട്രൂത്തിനെയാണ് ആൾക്കാർ ഭയന്നിരുന്നത്. ഏതൊക്കെ ആൾക്കാർ? ലവേഴ്സ് ഓഫ് വയലൻസ് എന്ന് പറയുന്നത് ഇഗ്നോറൻറ്റ്, സ്റ്റുപ്പിഡ്, ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ്, ജനറൽസ്, ക്യാപ്റ്റൻസ്, സർജൻസ്, ലിറ്റിൽ സോൾജേഴ്സ്, അവരൊക്കെ. പിന്നെന്താ പറയണത്? ഗാന്ധിജി നോൺ വയലൻസ് മാത്രമാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഈവൻ അദ്ദേഹത്തിനെ കൊന്ന നാഥുറാം ഗോഡ്സെക്ക് വരെ അക്രമത്തിലൂടെ അയാളെ കൊല്ലുന്നത് വരെ ഗാന്ധിജിക്ക് താല്പര്യം ഉണ്ടാവാത്ത കാര്യമായിരിക്കും. പിന്നെന്താണ്? ഇന്നത്തെ ലോകത്ത് വയലൻസ് പവറാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു ലോകമാണ് ഇപ്പോൾ നമുക്കുള്ളത്. പക്ഷെ അവിടെയൊക്കെ ട്രൂത്താണ് ഏറ്റവും ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഗാന്ധി. പിന്നെ അദ്ദേഹത്തിനെ കൊന്ന ആളാണ് നാഥുറാം ഗോഡ്സെ, അയാളുടെ കാര്യം പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഇന്ന് ലോകത്തിന് വേണ്ടത് ഗുഡ്നെസ്സും പീസുമാണ്. സോ ഗാന്ധിജി എന്താ കാട്ടിയിട്ടുള്ളത്? നോൺ വയലൻസ് എന്നുള്ള പ്രൈസ്ലെസ് ഫോഴ്സ് വെച്ചിട്ടാണ് പോരാടിയിട്ടുള്ളത്. അങ്ങനെ ആൾക്കാരോട് എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ആദ്യം ചെയ്ത് കാട്ടിയിട്ടുണ്ട് ഗാന്ധിജി. He did what he told others to do and set an example before them. When people saw that this was true, they believed in him. സോ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പാർട്ട് ചെയ്തു. ഇനി നമ്മൾ ഇന്ത്യത്തെ പീപ്പിളാണ് ബാക്കി നോൺ വയലൻസ് സ്പ്രെഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഗാന്ധിജീനെ കുറിച്ചിട്ട് പേർലെസ് ബക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് ആ എസ്സേൻ്റെ ഒരു സമ്മറി മാതിരി എഴുതിയാൽ മതി. സോ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ എക്സസൈസസും കഴിഞ്ഞിട്ടുണ്ട്.